ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം. മൗനരാഗം സീരിയലിൻ്റെ നെക്സ്റ്റ് വീക്ക് പ്രമോ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ശാരി ആ സ്വർണ്ണക്കടയിൽ താൻ ഊരി കൊടുക്കാവുന്ന മാക്സിമം സാധനങ്ങൾ, തൻ്റെ കൈവശം ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ ഊരിക്കൊടുത്ത് കുഞ്ഞിന് വേണ്ടുന്ന സ്വർണ്ണമൊക്കെ വാങ്ങിക്കൊണ്ട് നേരെ വരിക മനുവിനെ കാണാൻ വേണ്ടിയിട്ട്. മനുവിനെ കണ്ടപാടെ തന്നെ ശാരിക്ക് അവനെ കൊല്ലാനുള്ള അരിശമുണ്ടെങ്കിലും ശാരി ഇതൊന്നും മുഖത്ത് കാണിച്ചില്ല. എന്താണ് അമ്മായിയമ്മ, എല്ലാ സാധനങ്ങളും ഉണ്ടല്ലോ അല്ലേ? നീ പറഞ്ഞ എല്ലാ സാധനങ്ങളും ഉണ്ട്, നീ എന്തായാലും ഇതൊക്കെ ഒന്ന് തുറന്ന് നോക്കെന്നും പറഞ്ഞ് വാങ്ങിയ ആ ഒരു കവർ അങ്ങനെ തന്നെ നമ്മുടെ മനുവിൻ്റെ കയ്യിൽ കൊടുത്തു. മനു അതൊക്കെ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഇതെന്താ ഇത് ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള തൂക്കമൊന്നും ഇല്ലല്ലോ. ഇത് 4.5 പവന് അത്രയും വരുന്ന സ്വർണ്ണമാണ് ഉള്ളത്. നിങ്ങൾക്കൊരു 10 പവൻ്റെ സ്വർണ്ണമെങ്കിലും വാങ്ങിക്കായിരുന്നില്ലേ? ഞാനൊരു അമേരിക്കക്കാരനാണ്, എനിക്ക് അവിടെ ഇവിടെ ഒക്കെ ബിസിനസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഈ സ്വർണം കൊണ്ടുപോയി സരയുൻ്റെ കയ്യിൽ കൊടുക്കുമ്പോൾ സരയുന് അതൊരു മോശക്കേടായിട്ട് തോന്നൂല്ലേ? നിങ്ങൾക്ക് കുറച്ചുകൂടി സ്വർണം വാങ്ങിക്കായിരുന്നു. അത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന വളയും കമ്മലും ഒക്കെ വിറ്റിട്ടാ ഇപ്പം തന്നെ ഞാനിത് ഒപ്പിച്ചത്. ഇനി എൻ്റെ കയ്യിൽ വിൽക്കാനായിട്ട് ഒന്നുമില്ല. നിങ്ങൾ പരിങ്ങല്ലായോ? നിങ്ങൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. അല്ല, നിങ്ങളൊരു കാര്യം സരയുടെ അടുത്ത് പറഞ്ഞായിരുന്നോ? നിങ്ങൾ സ്വർണം ഒന്നും എടുക്കരുതെന്നും സ്വർണം ഞാൻ ചോദിച്ചാൽ തരരുതെന്നും ഒക്കെ. എന്തിനാ അമ്മായിയമ്മേ നിങ്ങൾ അത്തരത്തിലുള്ള ചില കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നത്? നിങ്ങളോട് ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, അടങ്ങി ഒതുങ്ങി നിങ്ങളുടെ കെട്ടിയോ നിൽക്കുന്ന പോലെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് നിൽക്കുകയാണെങ്കിൽ ഈ മനു നിങ്ങൾക്ക് ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാക്കില്ല. ഞാൻ എൻ്റെ ഇടുക്കിക്കാരി ആ നിക്കിയെ വിവാഹം കഴിക്കുന്നത് വരെ മാത്രമേ നിങ്ങളുടെ മോളുടെ കൂടെ ഇവിടെ നിൽക്കുകയുള്ളൂ. പിന്നെ അതുവരെ ഒരു കാര്യങ്ങളും ഒരു കാരണവശാലും അവൾ അറിയരുത്. അവൾ അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പ്രത്യേകിച്ച് നഷ്ടങ്ങളൊന്നും സംഭവിക്കാനില്ല. നിങ്ങളുടെ മോൾക്കും നിങ്ങൾക്കും തന്നെ ആയിരിക്കും നഷ്ടങ്ങൾ സംഭവിക്കാൻ പോകുന്നത്. അതൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കുമെന്ന് പറഞ്ഞു. ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല, നീ എന്താണെന്ന് വെച്ചാൽ നിന്റെ ഇഷ്ടത്തിന് ചെയ്തോ. അങ്ങനെ ആ ഒരു ദേഷ്യവും ആ ഒരു ധാർഷ്ട്യമൊന്നും നിങ്ങൾ എൻ്റെ അടുത്ത് എടുക്കണ്ട. അറിയാലോ, പഞ്ചപുച്ഛം അടക്കി എൻ്റെ മുന്നിൽ നിന്നാൽ മതി. നിങ്ങളുടെ ഭർത്താവ് നിൽക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അയാൾ എനിക്ക് കുറച്ച് പൈസയൊക്കെ തരാമെന്ന് പറഞ്ഞു. പക്ഷേ ആ കാശ് എൻ്റെ കയ്യിൽ തരാനായിട്ട് അയാൾ ഇതുവരെ മെനക്കെട്ടിട്ടില്ല. അതെന്നാണോ എൻ്റെ കയ്യിൽ കിട്ടുന്നത് ആ സെക്കൻഡിൽ ഞാൻ അമേരിക്കയ്ക്ക് അങ്ങ് പറക്കും. അമേരിക്കയിലേക്ക് പോയ ഭർത്താവിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് നിങ്ങളുടെ മകൾ ഇവിടെ വട്ടടിച്ച് നിൽക്കും. അത് വേണോ? അല്ലെങ്കിൽ നിങ്ങൾ അവളുടെ സ്വന്തം അമ്മയല്ല എന്നുള്ള രഹസ്യം ഞാൻ അവളുടെ അടുത്ത് പറയണോ? എന്താ വേണ്ടത്? നിങ്ങളുടെ മോളെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്ക്. ഈ രഹസ്യങ്ങൾ മുഴുവനും താങ്ങാനുള്ള കപ്പാസിറ്റി നിങ്ങളുടെ മോക്കുണ്ടാവുമോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. അതിനുശേഷം നിങ്ങൾ എൻ്റെ അടുത്ത് ഈ ചാട്ടമൊക്കെ ചാടിയാൽ മതി. എന്തിനാടാ എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം ഇങ്ങനെ നശിപ്പിക്കുന്നത്? അവൾ നിന്നെ പൊന്നുപോലെ അല്ലേടാ സ്നേഹിക്കുന്നത്. എന്നിട്ടും അവളുടെ സ്നേഹമൊന്നും മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ബോധവും നിനക്കില്ലല്ലോ. എൻ്റെ പൊന്ന് ശാരി, നീ എന്തറിഞ്ഞിട്ടാ ഈ പറയുന്നത്? ഞാൻ വിവാഹം കഴിച്ച ഒട്ടുമിക്ക പെണ്ണുങ്ങളും എന്നെ കണ്ണേ പാല എന്നൊക്കെ പറഞ്ഞ് തന്നെയാണ് കൊണ്ട് നടക്കുന്നത്. അവളുമാരുടെയൊക്കെ കണ്ണിലുണ്ണിയാ ഞാൻ. പക്ഷേ ഞാൻ ഇതുവരെ ആരെയും ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടൊന്നുമില്ല. പിന്നെ ചില പറ്റുകൾ പറ്റിയത് ഈ ഒരു ബന്ധത്തിൽ മാത്രമാണ്. ഇതിനോടകം തന്നെ ഞാൻ ഈ സ്ഥലത്ത് നിന്ന് മുങ്ങേണ്ട നേരം കഴിഞ്ഞു. പിന്നെ കിട്ടേണ്ടതൊന്നും കയ്യിൽ കിട്ടിയില്ലല്ലോ. അല്ല, 10-300 പവൻ്റെ സ്വർണ്ണം അല്ലേ അവൾ ലോക്കറിൽ വെച്ചിരിക്കുന്നത്? അതൊക്കെ എൻ്റെ കയ്യിൽ വന്ന് ചേരട്ടെ. അതിനുശേഷം ഞാൻ ഇവിടുന്ന് ഒരു പോക്ക് പോവും. അതുവരെ അടങ്ങി ഒതുങ്ങി നിന്റെ ഭർത്താവ് നിൽക്കുന്നത് പോലെ നീ നിൽക്കണമെന്ന് പറഞ്ഞു. ശാരിയാണെങ്കിൽ നമ്മുടെ മനുവിനെ കൊല്ലാനുള്ള ദേഷ്യത്തോടു കൂടിയാണ് നിൽക്കുന്നത്. പുല്ല് ഒന്നും പറയാനും പറ്റുന്നില്ലല്ലോ. ഇവനെ പോലെയുള്ള ഒരു അലവലാതി എൻ്റെ ജീവിതം, എൻ്റെ മോളുടെ ജീവിതം ഒക്കെ നശിപ്പിച്ചു. അങ്ങനെയൊക്കെ ചിന്തിച്ചും വിഷമിച്ചും ഒക്കെ നിൽക്കുക. എന്തായാലും ഇത് കൊണ്ടുപോയി കൊടുക്കുക. അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാനാ? എൻ്റെ കയ്യിൽ നിന്ന് നയാ പൈസ മുടക്കി ആ കൊച്ചിനൊന്നും മേടിച്ചു കൊടുക്കുമെന്ന് നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കണ്ട. അത് നിന്റെ കുഞ്ഞല്ലേടാ, നിന്റെ രക്തമല്ലേടാ, നിന്നെ വാർത്ത് വെച്ചിരിക്കുകയല്ലേടാ എന്നൊക്കെ ശാരി പറയുന്നുണ്ടെങ്കിലും അങ്ങനെ എവിടെയൊക്കെ എൻ്റെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പികളുണ്ടെന്ന് നിങ്ങൾക്കറിയാവോ? അറിയില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ മിണ്ടാനൊന്നും നിൽക്കണ്ട. എന്തായാലും ഈ സ്വർണം കൊണ്ടുപോയി ഞാൻ ആ കുഞ്ഞിനിടും. നിങ്ങളുടെ മകളുടെ തിളപ്പാണല്ലോ. അപ്പുറത്ത് ബർത്ത്ഡേ നടക്കുന്ന സമയത്ത് ആ കുഞ്ഞിന് ഇവിടെ ഫംഗ്ഷൻ അറേഞ്ച് ചെയ്യണമെന്നുള്ളത്. എന്തായാലും ആ ഫംഗ്ഷനാണോ ഈ ഫംഗ്ഷനാണോ കലങ്ങാൻ പോകുന്നതെന്ന് ദൈവം തമ്പുരാന് മാത്രം അറിയാമെന്ന് പറഞ്ഞ് മനു ആ കവർ വാങ്ങി അവിടെ നിന്ന് പോവുക. പിന്നീട് വിഷമത്തോടു കൂടി നമ്മുടെ ശാരി വീട്ടിലേക്ക് വരിക.
ആ വരുന്ന വരവൊക്കെ കാണുമ്പോൾ സരിക ചോദിച്ചു, എവിടെ കറങ്ങി നടന്നിട്ട് വരികയാണ്? അമ്മയ്ക്കിപ്പോൾ ഒരു നേരവും വീട്ടിലിരിക്കാൻ പറ്റില്ലേ? അല്ല, കുഞ്ഞിൻ്റെ നൂലുകെട്ടൽ ചടങ്ങായിട്ട് അച്ഛനും അമ്മയും കൂടി കുഞ്ഞിനൊന്നും വാങ്ങിക്കുന്നില്ലേ? ഞങ്ങൾ എന്തിനാ വാങ്ങിക്കുന്നത്? ആശുപത്രിയിലെ ബില്ല് വരെ സെറ്റിൽ ചെയ്തത് ഞങ്ങളല്ലേ? പിന്നെ നിന്റെ ആദ്യത്തെ പ്രസവം ആയതുകൊണ്ട് അതൊക്കെ ഞങ്ങളുടെ ചടങ്ങുകളാണ്. അതുകൊണ്ട് ഞങ്ങൾ അതെല്ലാം ന്യായമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോഴും നിന്റെ ഭർത്താവിന് 1 രൂപ പോലും ചിലവായില്ലല്ലോ. പിന്നെ അവൻ കുഞ്ഞിന് വേണ്ടുന്ന അരഞ്ഞാണും തളയും ഒക്കെ മേടിച്ചോട്ടെ. അല്ല, മനുവേട്ടൻ അതൊക്കെ ചെയ്യും. മനുവേട്ടൻ നല്ല അന്തസ്സുള്ള വ്യക്തിയാണ്. അല്ലാതെ അച്ഛനെയും അമ്മയും പോലെ ഇങ്ങനെ നടക്കുന്ന ആൾക്കാരൊന്നും അല്ല അവരുടെ ഫാമിലി. എടി, നീ എന്തറിഞ്ഞിട്ടാ മോളെ ഈ സംസാരിക്കുന്നത്? ഇത്രയും കാലമായിട്ട് ആ മനുവിൻ്റെ അച്ഛനെയും അമ്മയും നീ പിന്നീട് കണ്ടിട്ടുണ്ടോ? അവർ കല്യാണത്തിൻ്റെ അന്ന് പോയതല്ലേ? എന്നിട്ട് ഇതുവരെ ഇപ്പോൾ ഇനി കുഞ്ഞിൻ്റെ നൂലുകെട്ടൽ ചടങ്ങ് ഫിക്സ് ചെയ്ത സ്ഥിതിക്ക് ആ ഒരു ചടങ്ങിനെങ്കിലും അവൻ്റെ അച്ഛനെയും അമ്മയും കൊണ്ടുവരണ്ടേ? ദേ അമ്മേ, മനുവേട്ടനും അച്ഛനും അമ്മയും ഒക്കെ തമ്മിൽ എന്തൊക്കെയോ ചില തർക്കങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അവർ വന്നില്ലെങ്കിലും ഞങ്ങൾ ഈ ഫംഗ്ഷൻ അങ്ങ് ഗംഭീരമാക്കും. എന്തായാലും മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങളായിരിക്കും നാണം കെടാൻ പോകുന്നത്. കുഞ്ഞിന് വേണ്ടിയിട്ട് ഒരു മൊട്ടുകമ്മൽ പോലും വാങ്ങിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇവൾ നമ്മുടെ ശാരിയെ ഇട്ട് ഭയങ്കരമായിട്ട് പൊരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ശാരിയാണെങ്കിൽ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ സ്വർണം വിറ്റിട്ടാടി നിൻ്റെ കുഞ്ഞിന് വേണ്ടുന്ന സാധനമൊക്കെ വാങ്ങിച്ചത്. ഈ സത്യങ്ങൾ മുഴുവനും ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഈ കുരുപ്പ് ജനിക്കുകയല്ലായിരുന്നല്ലോ എന്നൊക്കെ ആലോചിക്കുക. ശാരിയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പം മിക്കവാറും അമ്മയും അടുത്ത് തന്നെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. ദേ അയൽവക്കത്തെ വീട്ടിലുണ്ടല്ലോ ആ രൂപാൻ്റെയും അതുപോലെ സേനനും കൂടി എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊണ്ട് വരും. ആ സമയത്ത് നിങ്ങൾ എന്തെങ്കിലും എൻ്റെ കുഞ്ഞിന് വേണ്ടി കൂടി കരുതി വെക്കണം. ഞാൻ നിൻ്റെ അച്ഛനോട് സംസാരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ശാരി ദേഷ്യത്തോടു കൂടി പോകുമ്പോൾ സരിയോ അപ്പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ്. അപ്പുറത്ത് നമ്മുടെ കല്ലുവിൻ്റെ ബർത്ത്ഡേ അത് നല്ല ഗ്രാൻഡ് ആക്കാൻ വേണ്ടിയിട്ട് ബൈജുവും പാറക്കുട്ടിയൊക്കെ കൂടി ഇവരെ ഒന്ന് കാണിക്കണമല്ലോ. അപ്പുറം നല്ല ഫംഗ്ഷനാണ് നടക്കുന്നതെന്ന് അതിന് വേണ്ടിയിട്ട് കുറേ ഡെക്കറേഷനും കാര്യങ്ങളും ഒക്കെ ചെയ്തുകൊണ്ട് നിൽക്കുക. സരയുനാണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് ദഹിക്കുന്നുമില്ല. മോളെ, പാറുമോളെ കണ്ടില്ലേ സരയു കലിമുണ്ട് പോയത്? അവൾക്ക് ഇതൊന്നും കണ്ടിട്ട് അങ്ങ് ദഹിച്ചിട്ടില്ല. നമ്മുടെ കല്ലുമോൻ്റെ ബർത്ത്ഡേ നമുക്കങ്ങ് വിശേഷമാക്കണം. അവളുടെ കുഞ്ഞിന് കണക്ക് പറഞ്ഞാൽ 28 ആവണതേ ഉള്ളൂ. എന്നിട്ടും ആ കൊച്ചിൻ്റെ നൂലുകെട്ടൽ ചടങ്ങ് നമ്മൾ ഫംഗ്ഷൻ വെച്ചിരിക്കുന്ന ദിവസം തന്നെ നടത്തുന്നത് അവൾക്ക് കിരണിനോടും കല്യാണിയോടും ഒക്കെയുള്ള അസൂയ മൂത്തിട്ടാ. അതെനിക്ക് മനസ്സിലായി ബൈജു ഏട്ടാ. എന്തായാലും അവളുടെ ആ ഒരു മനസ്സിലിരിപ്പൊക്കെ അങ്ങനെ നടക്കുകയുള്ളൂ. അവൾക്ക് അവളുടെ ജീവിതത്തെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഇല്ലല്ലോ. കിട്ടിയിരിക്കുന്നത് ഒരു പൊട്ടനെയാണെന്നുള്ള കാര്യം അവൾ എന്നെങ്കിലും മനസ്സിലാക്കും. അന്ന് അവളുടെ സമനില തെറ്റുമെന്നൊക്കെ പാറക്കുട്ടി പറയുക. അങ്ങനെ ഇവിടെ ഈ കാര്യങ്ങളും സംസാരങ്ങളും ഒക്കെ നടക്കുമ്പോൾ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ പ്രകാശനെയാണ്. പ്രകാശൻ വളരെയധികം സന്തോഷത്തിൽ ലക്ഷ്മിയെ വിളിക്കുക. ലക്ഷ്മി മോളെ, ദേ എനിക്ക് ഒരുപാട് സന്തോഷമായി. മറ്റന്നാൾ നമ്മുടെ കല്യാണമാണെന്ന് മോള് പറഞ്ഞ സമയത്ത് ഞാൻ ശരിക്കും എക്സൈറ്റഡ് ആയി. എന്തായാലും അതിന് വേണ്ടുന്ന ഒരുക്കങ്ങളൊക്കെ ഞാനിവിടെ തുടങ്ങി. പിന്നെ അന്ന് നമ്മൾ ആ ഒരു ഫുഡൊക്കെ അറേഞ്ച് ചെയ്തിരുന്നത് വീനസ് എന്ന് പറയുന്ന ഹോട്ടലിലാണല്ലോ. ആ ഹോട്ടൽ ഞാനങ്ങ് മാറ്റി. അതൊരു ഐശ്വര്യം കെട്ട ഹോട്ടലാണ്. അത് മാറ്റിയിട്ട് പകരം ഞാൻ ജൂപ്പിറ്ററിലേക്ക് ഫുഡും കാര്യങ്ങളും അതും 5 സ്റ്റാർ ആണ്. എല്ലാം പ്രകാശേട്ടൻ്റെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ പ്രകാശേട്ട. എന്തായാലും കോടതി കൂടുന്ന സമയത്ത് ആ ലക്ഷ്മി എന്ന് പറയുന്നവൾ വരില്ലല്ലോ. ആ ഒരു ഉറപ്പ് പ്രകാശേട്ടനുണ്ടല്ലോ. ഉണ്ട് മോളെ, ഉണ്ട്. അതുപോലെ ആ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് പിന്നെ കാർത്തിക മോളും എൻ്റെ മഹാലക്ഷ്മിയും എനിക്ക് നല്ല സപ്പോർട്ടുമായിട്ട് കൂടെ ഉണ്ടല്ലോ. ആ ഒരു സമാധാനത്തിലാണ് ഞാൻ കാര്യങ്ങളൊക്കെ നീക്കുന്നത്. എന്തായാലും ഇനിയിപ്പോൾ വിവാഹത്തിന് വേണ്ടുന്ന വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒന്നും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ എല്ലാം നേരത്തെ തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുക. എത്രയും പെട്ടെന്ന് എൻ്റെ പ്രകാശേട്ടൻ്റെ മാത്രമായിട്ട് മാറണമെന്നൊക്കെ പറഞ്ഞ് ലക്ഷ്മി അമ്മ നമ്മുടെ പ്രകാശനെ അങ്ങ് സോപ്പിട്ട് കുളിപ്പിക്കുക. പ്രകാശനാണെങ്കിലും ഞാനും ആ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുക. ഇനി എൻ്റെ ജീവിതത്തിൽ മറ്റു ബാധ്യതകളൊന്നും ഇല്ലല്ലോ. ഞാൻ ഏറ്റവും അധികം ഭയന്നിരുന്നത് ആ ദീപയെ. അവളെ നിയമപരമായി ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി. അതിനുശേഷമാണെങ്കിലോ ലക്ഷ്മി എന്ന് പറയുന്നവള് ചെന്നൈയിൽ നിന്ന് കുറ്റിയും പറിച്ചു വന്നു. അതും ആ കിരണിൻ്റെയും കല്യാണിയുടെയും ഒക്കെ ഒത്താശയോടുകൂടി തന്നെയാണ്. അവൾ വന്നിട്ടും അവളെ എനിക്ക് നൈസായിട്ട് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ സാധിച്ചു. എന്തായാലും ആ ഒരു സന്തോഷത്തിൽ തന്നെയാണ് മോളെ ഞാനുള്ളത്. ഇനി എത്രയും പെട്ടെന്ന് എൻ്റെ മോളുടെ കഴുത്തിൽ ഞാൻ താലി കെട്ടും. നമ്മുടെ കാർത്തിക മോളുടെ ആ ഒരു സന്തോഷം ഒന്ന് കാണണം. വിവാഹത്തിൻ്റെ ദിവസം അടുത്തത് കൊണ്ട് തന്നെ കാർത്തിക വളരെയധികം സന്തോഷത്തിലാണ് ഉള്ളത്. മോൾ എന്നെ വന്ന് കണ്ടായിരുന്നു. അപ്പം മോള് നാട്ടിലെത്തിയോ? ഇല്ല, ഞാനിപ്പോൾ ഉള്ളത് ചെന്നൈയിലാണ്. ബിസിനസ് സംബന്ധമായിട്ട് ചില കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ ചെന്നൈയിൽ വന്നതാ.
എന്തായാലും മറ്റന്നാൾ രാവിലെ മോർണിംഗ് ഫ്ലൈറ്റിൽ ഞാൻ നാട്ടിലെത്തും. അങ്ങനെ അന്നത്തെ ദിവസം നമ്മൾ രണ്ടുപേരും ഒന്നാകും പ്രകാശേട്ടാ. ഇതെന്തായാലും ആരെ കൊണ്ട് തടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ പ്രകാശൻ്റെ മനസ്സങ്ങ് നിറഞ്ഞു. പ്രകാശനാണെങ്കിൽ നമ്മുടെ ലക്ഷ്മിക്ക് മഹാലക്ഷ്മിക്ക് ഗുഡ് നൈറ്റും ഒക്കെ പറഞ്ഞ് എന്നാൽ ശരി, സമയം ഒരുപാട് വൈകി, ഞാൻ പോയി കിടക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം ആശാൻ വളരെ സന്തോഷത്തോടു കൂടി ഉറങ്ങാൻ തുടങ്ങുകയാണ്. കുറച്ചുറങ്ങി ഒരു അർദ്ധരാത്രി ആകുന്ന ആ ഒരു സമയമായപ്പോൾ പ്രകാശൻ്റെ വീട്ടിൽ, അതായത് വീടിൻ്റെ പരിസരത്തൊക്കെ എന്തൊക്കെയോ ചില ശബ്ദ വ്യത്യാസങ്ങളൊക്കെ വരിക. പ്രകാശനും മൂങ്ങയും വിക്രവും ഒക്കെ പതുക്കെ അങ്ങ് എഴുന്നേറ്റു. അതിനുശേഷം ഇതെന്താ മോനെ, എന്തൊക്കെയോ ഒച്ച അനക്കമൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. കാർത്തികയ്ക്കാണെങ്കിൽ കാര്യങ്ങളൊക്കെ നല്ലതുപോലെ അറിയാമല്ലോ. അപ്പം പ്രകാശനും മൂങ്ങയും ഒക്കെ ദാ നമ്മുടെ യക്ഷിയായിട്ട് നിൽക്കുന്ന ലക്ഷ്മിയെ കണ്ട് ഞെട്ടുകയാണ്. പ്രകാശനാണെങ്കിലോ ഇതെന്താ ഇത്, ദൈവമേ ഇവൾ ഇത്ര പെട്ടെന്ന് പ്രേതമായോ, ഇനി എന്തായാലും എന്നെ കൊല്ലാനെങ്ങാനും വന്നതായിരിക്കും എന്നൊക്കെ ആലോചിച്ച് ഇവൻ ഇങ്ങനെ പേടിച്ച് വരണ്ട നിൽക്കുമ്പോൾ മൂങ്ങാമുത്തശ്ശിയാണെങ്കിലോ എടാ മോനെ, അവളുടെ പ്രേതമാണോടാ വന്നിരിക്കുന്നത്. ഇനി നിന്റെ ചോരയും എൻ്റെ ചോരയും കുടിച്ചാലേ അവൾക്ക് തൃപ്തിയാകുള്ളൂ. നമ്മളാണല്ലോ അവിടെ ജീവിതം നശിപ്പിച്ചത്. അതും പോരാഞ്ഞിട്ട് അവളെ പരലോകത്തേക്ക് അയച്ചത് നീയാണല്ലോ. ഇനി ഇതിൻ്റെ പേരിൽ എന്തൊക്കെ വരും ദൈവമേ. കല്യാണത്തിന് മുന്നേ ഇവൾ ഇങ്ങനെയൊക്കെ തുടങ്ങിയാൽ ഇനി കല്യാണത്തിന് ശേഷവും നിനക്കും നിൻ്റെ ഭാര്യയ്ക്കും സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുമോ? നാളെ തന്നെ അമ്പലത്തിൽ പോണം മോനെ എന്നൊക്കെ പറഞ്ഞു. പോവാമ്മേ എന്നൊക്കെ പറഞ്ഞ് പ്രകാശന് ഞെട്ടി വരച്ച് നിൽക്കുക. ലക്ഷ്മിയമ്മയുടെ ഒരു ട്രാപ്പാണ് സംഭവം. അങ്ങനെ കോടതി കൂടുന്ന ദിവസമായി. കോടതി കൂടുന്ന ദിവസം നമ്മുടെ പ്രകാശൻ പതിവിലധികം സന്തോഷത്തോടു കൂടി ഇനി എന്നെ ഒരു ചുക്കും ചെയ്യാൻ ആർക്കും സാധിക്കില്ല എന്നുള്ള ആ ഒരു സന്തോഷത്തിൽ പുള്ളിക്കാരൻ അങ്ങോട്ട് വരികയാണ്. കല്യാണിയും അതുപോലെ തന്നെ കിരണും ഒക്കെ അവിടെ എത്തിയിട്ടുണ്ട്. ദീപയും വന്നിട്ടുണ്ട്. അങ്ങനെ ഈ സമയത്ത് പ്രകാശൻ്റെ ആ ഒരു അഹങ്കാര വർത്തമാനം പതിവ് പല്ലവി തന്നെ. എടി ദീപേ, നീ എങ്ങാണ്ടെന്ന് വന്ന ഒരുത്തിയെ കണ്ടിട്ട് എനിക്കെതിരെ അങ്ങ് ഞെളിഞ്ഞ് വർത്തമാനം പറഞ്ഞല്ലോ. നീ എന്നെ കുറ്റവാളിയാക്കി എനിക്കെതിരെ മൊഴി കൊടുത്തല്ലോ. എന്നിട്ടിപ്പോൾ എന്തായി? നീ പ്രതീക്ഷിച്ചിരിക്കുന്ന ആള് എന്നെ അങ്ങ് ഒലത്തിക്കളയുമെന്ന് വിചാരിച്ചോ? നമുക്ക് നോക്കാടി എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. നീയും ഈ നിൽക്കുന്ന നിന്റെ അഹങ്കാരിയായിട്ടുള്ള മകളും അവിടെ വാലെ തൂങ്ങി നടക്കുന്ന അവളുടെ കെട്ടിയവനും ഒക്കെ ഇന്നത്തെ കൊണ്ട് ചില പാഠങ്ങൾ പഠിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ സംസാരിച്ചു കൊണ്ടൊക്കെ നിൽക്കുമ്പോൾ കോടതി കൂടാനുള്ള ആ ഒരു ടൈമായി. അവിടുന്ന് ആ ഒരു ജഡ്ജി നമ്മുടെ ലക്ഷ്മിയെ വിസ്തരിക്കാനുള്ള കാര്യങ്ങളൊക്കെ അങ്ങോട്ട് നേതൃത്വം കൊടുക്കുക. ലക്ഷ്മിയുടെ പേര് 1-2 തവണ വിളിക്കുന്ന സമയത്ത് നമ്മുടെ പ്രകാശൻ നല്ല സന്തോഷത്തിലിരിക്കുക. അവൾ വരില്ലല്ലോ, അവൾ ചത്തുപോയില്ലേ, അവളുടെ പ്രേതത്തെ കൂടി താൻ കണ്ടതാ, എന്തായാലും അവൾ ഇനി വരില്ല എന്നൊക്കെ ആലോചിച്ച് അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കിനുമാണ് ലക്ഷ്മി അമ്മയുടെ ആ ഒരു കടന്നു വരവ്. ലക്ഷ്മിയെ നേരി കണ്ട പ്രകാശൻ ദാ ഞെട്ടി അമ്പരന്ന് നിൽക്കുക. ഇവൾ മരിച്ചുപോയെന്നാണല്ലോ ആ മുത്തു പറഞ്ഞത്. ദൈവമേ, ഇതെന്തൊക്കെയാ സംഭവിക്കുന്നത്? ഇവളിവിടെ വന്ന് എനിക്കെതിരെ മൊഴി കൊടുക്കുമല്ലോ. അങ്ങനെയൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിച്ച് പ്രകാശൻ നിൽക്കുമ്പോൾ ലക്ഷ്മി നൈസായിട്ട് പ്രകാശൻ്റെ മുന്നിലൂടെ ഞെളിഞ്ഞു വരികയാണ്. അപ്പോൾ പ്രകാശൻ ഇത് കണ്ടതും എൻ്റെ ഭഗവാനെ എല്ലാം അവസാനിച്ചു, തൻ്റെ ജീവിതം നായ നക്കി എന്നൊക്കെ പറഞ്ഞ് അവിടെ ഇങ്ങനെ വിധി വീണ പോലെ കുത്തിയിരുന്നു. ഈ സമയം രാജപ്പനാണെങ്കിലോ അല്ലട പ്രകാശം, ഇത് അവൾ തന്നെയാണോ അതോ അവിടെ പ്രേതമാണോ? സത്യത്തിൽ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? എൻ്റെ അണ്ണ, എനിക്കറിയില്ല. നിങ്ങളല്ലേ അണ്ണ ചെന്നൈയിൽ നിന്നെങ്ങാണ്ടെന്ന് ഒരു പൊട്ടനെ കൊണ്ടുവന്ന് ഇവളെ കൊല്ലാമെന്നൊക്കെ പറഞ്ഞ് എന്നെ കൊണ്ടുള്ള കടവും വിലയും വാങ്ങിപ്പിച്ച് ഈ പൈസയും ഞാനൊക്കെ ഇനി എവിടെ നിന്ന് ഉണ്ടാക്കി കൊടുക്കാനാ? എടാ, പൈസയുടെ കാര്യം പറഞ്ഞ് നീ എന്നെ പേടിപ്പിക്കല്ലേടാ. ഞാൻ അവരോടും ഇവരോടും ഒക്കെ പലിശക്ക് വാങ്ങിച്ച കാശാ. ഇനി എൻ്റെ പൊന്നു പ്രകാശ, നീ എന്നെ ചതിക്കരുതെന്നൊക്കെ രാജപ്പൻ പ്രകാശിൻ്റെ അടുത്ത് പറയുക. അങ്ങനെ ലക്ഷ്മി അമ്മയെ വിസ്തരിക്കുന്നു. ലക്ഷ്മിയാണെങ്കിൽ പ്രകാശനെ കുറിച്ചുള്ള സകല കാര്യങ്ങളും, പ്രകാശൻ എന്ന് പറയുന്നവൻ ചെന്നൈയിൽ വെച്ച് നമ്മുടെ ലക്ഷ്മിയമ്മയുടെ ജീവിതം തകർത്ത കഥകൾ അതെല്ലാം ഇങ്ങനെ വിസ്തരിച്ച് പറയുക. ഇതൊക്കെ കേട്ട് പ്രകാശൻ്റെ കിളികളൊക്കെ പറന്ന് നിൽക്കുമ്പം ദീപയും ലക്ഷ്മിയും കൂടെ പ്രകാശനെ നോക്കി ഒരു ചിരി ചിരിച്ചു. പ്രകാശൻ്റെ അസ്തമനം തുടങ്ങിയിരിക്കുക. അപ്പം ആ ഒരു വിധിയും കാര്യങ്ങളും അടുത്തൊരു ദിവസം പ്രഖ്യാപിക്കാമെന്നൊക്കെ പറഞ്ഞ് ഇവരുടെ മൊഴിയൊക്കെ രേഖപ്പെടുത്തിയിട്ട് പ്രകാശനെയൊക്കെ അങ്ങ് പറഞ്ഞു വിടുക. അതിനുശേഷമാണെങ്കിൽ ലക്ഷ്മി മരിച്ചിട്ടില്ല, ലക്ഷ്മി ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ പ്രകാശൻ നേരെ ലക്ഷ്മിയുടെ അടുത്ത് ചെല്ലുക. എടാ,
നീ എന്നെ കൊല്ലാൻ വേണ്ടി ആളെ വിട്ടു. പക്ഷേ അവിടെ ചില ട്വിസ്റ്റുകൾ സംഭവിക്കുക ചെയ്തത്. എന്തായാലും ഞാൻ മരിച്ചിട്ടില്ല എന്ന് നിനക്കിപ്പോൾ ബോധ്യമായല്ലോ. ഇനി നിനക്ക് അധിക ദിവസം ഇല്ല മോനെ. ഇനി നേരെ നിനക്ക് ജയിലിലേക്ക് പോവാം. നിന്നെ പോലെയുള്ളൊരു ക്രിമിനൽ പുറത്ത് നടക്കുന്നത് എന്തായാലും ഈ നാടിന് ദോഷം ചെയ്യും. നീ ആദ്യം പോ. അതിനുശേഷം നിന്റെ മകനെ കൂടി ഞാൻ എങ്ങനെയെങ്കിലും സെറ്റ് ചെയ്ത് ജയിലിലാക്കി തരാമെന്ന് ലക്ഷ്മി അമ്മ വെല്ലുവിളിക്കുക. എടി ലക്ഷ്മി, ദേ ഈ പ്രകാശനെതിരെയാണ് നീ കളിച്ചിരിക്കുന്നത്. ഞാനുണ്ടല്ലോ ഇതിനൊക്കെ നിന്നോട് പ്രതികാരം ചെയ്യൂടി എന്നൊക്കെ പറഞ്ഞ് വീണ്ടും പതിവ് പല്ലവി തന്നെ വെല്ലുവിളികൾ നടത്തിയിട്ട് പ്രകാശൻ അവിടുന്ന് പോവുക. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ കല്ലുമോൻ്റെ ബർത്ത്ഡേ. അപ്പോൾ കല്ലുമോൻ്റെ ബർത്ത്ഡേ ദിവസം എന്താ സേനനും അതുപോലെ രൂപയും കൂടി കല്ലുവിൻ്റെ സമ്മാനങ്ങളും ഒക്കെ ആയിട്ട് കല്ലുവിൻ്റെ വീട്ടിൽ വരിക. കുഞ്ഞിനെ ഒരുപാട് സന്തോഷത്തോടു കൂടി സേനനും നമ്മുടെ രൂപയും കൊഞ്ചിക്കുന്ന കാണുമ്പോൾ കിരണിനും കല്യാണിക്കും ഒക്കെ ഒരുപാട് സന്തോഷമായി. എന്തായാലും നമ്മുടെ വീട്ടിലും ഇങ്ങനെ ഒരു ഫംഗ്ഷൻ വരികയാണല്ലോ. നമ്മുടെ അച്ഛനും അമ്മയും അതുപോലെ സോണിയും ആൽബിയും ഇവരെല്ലാവരും കൂടി ഗ്രാൻഡായിട്ട് ആ ഫംഗ്ഷൻ അങ്ങ് അറേഞ്ച് ചെയ്ത് നടത്തുന്ന സമയത്ത് അപ്പുറത്ത് അല്ല അച്ഛ, ഇവിടെ ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. ഇതിൻ്റെ വല്ല വെളിച്ചവും വല്ല ആഘോഷവും ഈ വീട്ടിലുണ്ടോ? എന്താ അച്ഛ ഇത്? എൻ്റെ കുഞ്ഞിൻ്റെ നൂലുകെട്ടൽ ചടങ്ങ് നിങ്ങൾക്ക് ആർക്കും ഒരു വിഷയമല്ലേ എന്നൊക്കെ ചോദിച്ചു. മോളെ, അതിന് നമ്മൾ ഫുഡും ബാക്കി കാര്യങ്ങളും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടല്ലോ. ഇപ്പം തന്നെ ദേ കുഞ്ഞിൻ്റെ നൂലുകെട്ടലിൻ്റെ സമയമായിട്ടുണ്ട്. അല്ല, എന്നിട്ട് എൻ്റെ ആൻറ്റി എന്ന് പറയുന്ന അച്ഛൻ്റെ പെങ്ങൾ ഇവിടെ വന്നോ? ആ സ്ത്രീ അപ്പുറത്ത് പോയിട്ട് ആ കല്ലുമോന് വേണ്ടിയിട്ട് ആ കല്ലുമോനെ എടുത്ത് കൊഞ്ചിക്കുമായിരിക്കും. എന്തായാലും ഞാൻ അവളെ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മുടെ ബഗാസുരൻ ഫോൺ എടുക്കുക. അതിനുശേഷം അവൻ അവളെ വിളിക്കുന്ന സമയത്ത് ആ കോള് കാണുന്ന നമ്മുടെ രൂപയാണെങ്കിലോ വിളിക്കുന്നുണ്ട്, ബഗാസുരനെ വിളിക്കുന്നത്. എന്താടോ താനിനി അപ്പുറത്തേക്ക് പോകണം അല്ലേ? ആ പോണം, അവനെയൊക്കെ ഒന്ന് ബോധ്യപ്പെടുത്തണമല്ലോ. അതിന് മുന്നേ എന്തായാലും എൻ്റെ തങ്കക്കുടത്തിൻ്റെ കേക്ക് കട്ടിങ് കഴിഞ്ഞിട്ട് ഈ മുത്തശ്ശി എന്തായാലും അപ്പുറത്തേക്ക് പോകുള്ളൂ എന്ന് രൂപ പറയുക. അങ്ങനെ അവർ സന്തോഷത്തോടു കൂടി നമ്മുടെ കല്ലുവിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കുക. കേക്കൊക്കെ കട്ട് ചെയ്ത് പരസ്പരം കുഞ്ഞിന് നൽകിയും അതുപോലെ കല്യാണിക്ക് സമ്മാനിച്ചുമൊക്കെ കിരണ് വലിയ സന്തോഷത്തില്ല. അങ്ങനെ ഇവിടെ ആഘോഷങ്ങളൊക്കെ കൊഴുക്കുമ്പം രൂപയാണെങ്കിലോ മോനെ അമ്മ അപ്പുറത്ത് പോയൊന്ന് മുഖം കാണിച്ചിട്ട് വരാം. എന്തായാലും താര തന്ന സമ്മാനമൊക്കെ കൊടുക്കണമല്ലോ. അങ്ങനെ താര തന്ന ആ ഒരു സമ്മാനങ്ങളും ഒക്കെ ആയിട്ട് രൂപ അപ്പുറത്തെ വീട്ടിലേക്ക് പോവുക. ആൻറ്റി എന്താ ആൻറ്റി ഇത്രയും സമയമായിട്ടും വരാൻ വൈകിയത്? അത് മോളെ ആ സേനനെ ബോധ്യപ്പെടുത്തണമല്ലോ. ഇപ്പം ഞാൻ എല്ലാവരെയും സ്നേഹിച്ച് നിൽക്കുകയാണെന്നാണല്ലോ സേനൻ ധരിച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് സ്വന്തം പേരക്കുഞ്ഞിൻ്റെ ചടങ്ങ് കഴിഞ്ഞിട്ട് ഈ ചടങ്ങിൽ പങ്കെടുക്കാവുള്ളൂ എന്ന് അയാൾ എന്നോട് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ വരാൻ ലേറ്റായത്. എന്തായാലും ഞാൻ ഇവിടെ എത്തിയല്ലോ. എവിടെ എൻ്റെ കുഞ്ഞ് എവിടെയെന്ന് ചോദിച്ച് നമ്മുടെ മനുവിൻ്റെയും സരയുടെയും കുഞ്ഞിൻ്റെ അടുത്ത് രൂപ ചെന്നു. രൂപയുടെ ഈ സംസാരത്തിലും രൂപയുടെ പ്രവർത്തികളിലും ഒക്കെ സംശയം തോന്നിയ ബഗാസുരനാണെങ്കിൽ രൂപയെ രൂക്ഷമായിട്ട് നോക്കുക. എന്താ രൂപ, നിന്നിൽ എന്തൊക്കെയോ ചില മാറ്റങ്ങളുണ്ടല്ലോ. എൻ്റെ ഏട്ട ഇതൊക്കെ ഏട്ടൻ്റെ വെറും തോന്നൽ മാത്രമാണ്. പിന്നെ ഏട്ടൻ പറഞ്ഞ ഒരു കാര്യം ഞാൻ ചെയ്തിട്ടില്ല. ആ സേനിനെ കൊല്ലുന്ന കാര്യം അത് ഞാൻ അന്നേ ഏട്ടനോട് പറഞ്ഞതല്ലേ. ആരെയും കൊല്ലാനൊന്നും ഉള്ള മനസ്സ് അതെനിക്കില്ല. പിന്നെ ആ താരയെന്ന് പറയുന്ന വൃത്തികെട്ടവളും അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. എന്ത് ചെയ്യാനാ, എല്ലാവരെയും സഹിച്ച് ഞാൻ അവിടെ ഒന്ന് നിന്നു കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ മനസ്സ് മുഴുവനും ഇവിടെ നടക്കുന്ന ഈ ഫംഗ്ഷനിലായിരുന്നു. നിന്നെ എനിക്കറിയാം. എന്തായാലും അവനെ തീർക്കാനായിട്ട് ഞാൻ ചില പദ്ധതികളൊക്കെ മെനയുന്നുണ്ട്. അതൊക്കെ ഉടനെ തന്നെ സാധ്യമാകുമെന്നൊക്കെ പറഞ്ഞു ബഗാസുരൻ നമ്മുടെ രൂപയെ ആശ്വസിപ്പിക്കുക. അതിനുശേഷം ആ കുഞ്ഞിൻ്റെയും നൂലുകെട്ടൽ ചടങ്ങ് വളരെ ഗംഭീരമായിട്ട് നടക്കുക. അപ്പം ശാരിയാണെങ്കിൽ കുഞ്ഞിനൊന്നും സമ്മാനം നൽകാനില്ലാതെ അവിടെ ഇങ്ങനെ നിൽക്കുമ്പം ശാരി തൻ്റെ സ്വർണം വിറ്റ് കൊണ്ടുവന്നിരിക്കുന്ന ആ സാധനങ്ങൾ മുഴുവനും മനോഹരൻ എടുത്ത് കുഞ്ഞിനെ അണിയിക്കുക. ഇതൊക്കെ ഒരു കണക്കിന് പറഞ്ഞാൽ നിന്റെ അമ്മുമ്മ നിനക്ക് തന്നതാ. ശരിക്കുള്ള അമ്മുമ്മയല്ല കേട്ടോ, നിന്റെ ഡമ്മി അമ്മുമ്മ. ഇതൊക്കെ അണിഞ്ഞ് നല്ല സുന്ദര കുഞ്ഞായിട്ട് ഇവിടെ കിടക്കുന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം രൂപ കൊണ്ടുവന്ന സമ്മാനം കണ്ട് നമ്മുടെ സരയുൻ്റെ കണ്ണ് തള്ളി. എൻ്റെ ആൻറ്റി ഇത് എത്രമാത്രം സ്വർണ്ണവാ? ഇതൊരു 10-15 പവൻ്റെ സ്വർണം കാണുമല്ലോ. അതെ അതെ, ഇതെന്താ ആൻറ്റി എല്ലാം 2 തരത്തിലുണ്ടല്ലോ? മോളെ, കുഞ്ഞിനെ ഞാൻ ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതാ. പിന്നെ കുഞ്ഞിനെ എപ്പോഴാണേലും മാറിയൊക്കെ ഇടാമല്ലോ. 2 ഡിസൈനാ. മോള് നോക്ക്, ഇഷ്ടമാകുകയാണെങ്കിൽ എപ്പോഴാണെന്ന് വെച്ചാൽ മോൾക്ക് മാറ്റി വാങ്ങിക്കണമെങ്കിൽ മാറ്റി വാങ്ങിക്കുകയും ചെയ്യാം. എന്തായാലും ഇപ്പം കുഞ്ഞിന് ഉപയോഗിക്കാൻ പറ്റുന്ന സ്വർണ്ണമാണ് ആൻറ്റി കൊണ്ടുവന്നിരിക്കുന്നത്. അല്ലേലും
എൻ്റെ ആൻറ്റിക്ക് പണ്ട് മുതലേ മക്കളെക്കാട്ടിലും ഇഷ്ടം എന്നോടായിരുന്നല്ലോ. ആ ഒരു സ്നേഹം ആൻറ്റി എൻ്റെ കുഞ്ഞിനോടും കാണിക്കുന്നത് കൊണ്ടാണല്ലോ അവിടെ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും ആ ഫംഗ്ഷൻ കളഞ്ഞിട്ട് ആൻറ്റി എൻ്റെ കുഞ്ഞിൻ്റെ നൂലുകെട്ടലിന് വന്നത്. ആൻറ്റി ഒന്ന് നോക്കാൻറ്റി, എൻ്റെ മനുവേട്ടൻ ഏത് സമയവും കുറ്റം പറയുക. എൻ്റെ അച്ഛനും അമ്മയും അവർ ഒരു സാധനം എൻ്റെ കുഞ്ഞിന് വേണ്ടി കൊണ്ടുവന്നിട്ടില്ല. ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. എൻ്റെ മനുവേട്ടനായതുകൊണ്ടല്ലേ ആൻറ്റി ഇതൊക്കെ സഹിച്ച് നിൽക്കുന്നത്. ആ, മനുവേട്ടൻ പലതും സഹിക്കുന്നുണ്ട് മോളെ. ഇതൊന്നും നിന്നോട് പുറത്ത് പറയാൻ പറ്റില്ലല്ലോ എന്ന് രൂപയും നമ്മുടെ ശാരിയൊക്കെ മനസ്സിലാലോചിച്ചു. അതിനുശേഷം ബഗാസുരനാണെങ്കിൽ നമ്മുടെ മനുവിനെ രൂക്ഷമായിട്ട് നോക്കുന്ന സമയം, അല്ല മോളും ഇത്രയും സമയമൊക്കെ ആയില്ലേ, നമുക്ക് ഒരു സെൽഫി എടുത്താലോ ഈ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട്? അതിനെന്താ മനുവേട്ട, നമുക്ക് സെൽഫി എടുക്കാം. ഇതേ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ സ്റ്റാറ്റസ് ആക്കി വെക്കണം. അയൽ വീട്ടിലുള്ളവർ കാണട്ടെ നമ്മുടെ ഫംഗ്ഷനും കളറായിരുന്നു എന്ന്. അങ്ങനെ മനോഹരൻ എന്ന് പറയുന്ന കൊടും ചതിയൻ്റെ കൂടെ ചേർന്നിരുന്ന് ഒട്ടിയിരുന്ന് നമ്മുടെ സരയു ഫോട്ടോ എടുക്കുകയാണ്. ഈ മകളുടെ ഇപ്പോഴത്തെ സന്തോഷമൊക്കെ ചില സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അവസാനിക്കുമല്ലോ ഭഗവാനെ എന്നൊക്കെ ആലോചിച്ചു നെടുവീർപ്പിട്ടുകൊണ്ട് അച്ഛനും അമ്മയും. അപ്പം നമ്മൾ ഈ കർമ്മ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, എപ്പോൾ എന്ത് ചെയ്താലും അതൊരു ബൂമറാങ് പോലെ കറങ്ങി തിരിഞ്ഞ് അവസാനം ചെയ്ത ആൾക്കാർക്ക് തന്നെ ലഭിക്കും. അത്തരത്തിലുള്ള ഒരു സൂപ്പർ ഹിറ്റ് പ്രൊമോയാണ് വന്നിരിക്കുന്നത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഓക്കെ, താങ്ക്